അപ്പം ഇന്നത്തെ റെസിപ്പി ഞാൻ കുട്ടികൾക്ക് വേണ്ടിയാണ് കേട്ടോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു സാൻഡ്വിച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പനീർ സാൻഡ്വിച്ചാണ്. ആദ്യം ഒരു കടായി അടുപ്പത്തേക്ക് വെക്കുക. അതിനുശേഷം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗാർലിക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക. ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം കുരുകുരാന്ന് അരിഞ്ഞിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുക. ഒരു തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും നന്നായിട്ടൊന്ന് വരണം. വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് ഓഫ് മഞ്ഞൾപ്പൊടി മതി, പിന്നെ മുളക് പൊടി, കശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്, ഗരം മസാല, പെപ്പർ പൗഡർ, ഇത്ര ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് ആ ഒരു പച്ചമണം മാറുന്നിടം വരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഞാൻ ഒഴിച്ചിരിക്കുന്ന ഒരു 2 സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ്. അതിനുശേഷം ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പനീറിന് അധികം കുക്കിംഗ് ടൈമൊന്നും ഇല്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ട് ഒരു 2 മിനിറ്റ്സ് ഒന്ന് അടച്ചു വെച്ചാൽ തന്നെ പനീർ റെഡിയാണ്. അതിനുശേഷം അതിലേക്ക് ഞാൻ ചീസ് സ്ലൈസസ് ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ചീസ് വേണമെങ്കിലും ഉപയോഗിക്കാം. ബേസിക്കലി നമ്മുടെ ഈ ഒരു പനീറിൻ്റെ ഒരു ഫില്ലിംഗ് അത് ബൈൻഡ് ചെയ്ത് വെക്കുന്നത് ഈ ഒരു ചീസാണ്. അതൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കണമെങ്കിൽ ഓക്കെ. എന്നിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മുടെ ഫില്ലിംഗ് എല്ലാ ബ്രെഡിലേക്കും തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. സ്നാക്സിനായിട്ടോ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടോ സ്കൂളിലേക്കോ എല്ലാം നമുക്ക് കൊടുത്തു വിടാം. വളരെ ഹെൽത്തിയാണ്. ഇത് നമ്മുടെ ഫൈനൽ സാൻഡ്വിച്ച് റെഡി. അത് നമുക്ക് 3 എണ്ണമായിട്ടോ 2 എണ്ണമായിട്ടോ ഒക്കെ സ്ലൈസ് ചെയ്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന സാൻഡ്വിച്ച് അങ്ങ് മാറി നിൽക്കും കേട്ടോ. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ക്വിക്ക് ആൻഡ് ഈസി റെസിപ്പിയാണ്. അതിൻ്റെ ഒരു ഭംഗിയൊക്കെ നോക്കിക്കേ, നമുക്ക് നല്ല സെറ്റപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ചീസാണ് കേട്ടോ അതിനെ ബൈൻഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് അങ്ങനെ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും ചീസ് ആഡ് ചെയ്യണേ. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.